Hi, my dear students. How are you all? Hope you all are happy and safe at home. As you all know that our subject is Fundamentals of Income Tax. So let us begin our class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്തൊക്കെ പഠിച്ചായിരുന്നു? എന്താണ് ടാക്സ്, വാട്ട് ഈസ് ടാക്സ് എന്ന് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് പഠിച്ചായിരുന്നു. എന്നാണ് ഇൻകം ടാക്സ് ആക്ട്? 1961 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ അത് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 1962 അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു? ഡയറക്റ്റ് ടാക്സ് പഠിച്ചു, ഇൻഡയറക്റ്റ് ടാക്സ് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് ഡെഫിനിഷൻ ഓഫ് ഇൻകം പഠിച്ചു, ഗ്രോസ് ടോട്ടൽ ഇൻകം പഠിച്ചു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് പഠിക്കാനുള്ളത് അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. ഹു ഈസ് ആൻ അസസി? എ പേഴ്സൺ ഹു ഈസ് liable to pay tax or any other sum of money is payable under this act is called an assessee. ഏത് ആക്റ്റാണ്? ഇൻകം ടാക്സ് ആക്ട് അല്ലേ. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഏത് വ്യക്തിയാണോ ടാക്സ് കൊടുക്കാൻ ലൈബിൾ, അല്ലെങ്കിൽ എന്താണ്, എനി അതർ സം ഓഫ് മണി അല്ലേ, നമ്മുടെ വരുമാനത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് ടാക്സ് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് കൊടുക്കുന്ന ആ പേഴ്സണ് പറയുന്ന പേരാണ് അസസി. എ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഈസ് കാൾഡ് ആൻ അസസി. അസസി ഇൻക്ലൂഡ് അല്ലേ. അസസി പല ടൈപ്പുണ്ട്. അസസി ഇൻക്ലൂഡ് ഓരോന്നായിട്ട് പഠിക്കാം നമുക്ക്. ഫസ്റ്റ് ഓർഡിനറി അസസി, സെക്കൻഡ് ഡീംഡ് അസസി, തേർഡ് അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ അസസി ഇൻക്ലൂഡ്, ഓർഡിനറി അസസി, ഡീംഡ് അസസി, അസസി ഇൻ ഡീഫോൾട്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഓർഡിനറി അസസി. Ordinary assessee is an individual or group of person who pay tax to the government for income earned by him in the previous year. അല്ലേ, നോർമൽ അസസ്സിയാണ് അല്ലേ. എന്താണ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്? എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഏത് ഇയറിലാണ്? നമ്മുടെ പ്രീവിയസ് ഇയറിലാണ്. നമുക്കിനി പഠിക്കാനുണ്ട് പ്രീവിയസ് ഇയർ എന്താണെന്ന് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. പ്രീവിയസ് ഇയറിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ 2019-2020 ആണ്. പ്രീവിയസ് ഇയറിൽ ഏത് വ്യക്തിയാണോ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥൻ, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് പറയുന്ന പേരാണേത്? ഓർഡിനറി അസസി, നമ്മുടെ നോർമൽ അസസി. അപ്പം ഓർഡിനറി അസസി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു പേ ടാക്സ് ടു ദി ഗവൺമെൻറ് ഫോർ ഇൻകം ഏൺഡ് ബൈ ഹിം ഇൻ ദി പ്രീവിയസ് ഇയർ അല്ലേ. പ്രീവിയസ് ഇയറിൽ അസസിക്ക് കിട്ടിയ ഇൻകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ആ അസസി പറയുന്ന പേരാണ് ഏത്? ഓർഡിനറി അസസി. നെക്സ്റ്റ് ഡീംഡ് അസസി. സംടൈംസ് എ പേഴ്സൺ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻകം ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ഹി മേ ബി കൺസിഡേർഡ് ആസ് ആൻ അസസി ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ. ദിസ് റെപ്രസെൻറ്റഡ് അസസി ഈസ് കോൾഡ് ഡീംഡ് അസസി. He is also called representative. അപ്പോൾ എന്താണ് ഡീംഡ് അസസി അല്ലേ? സംടൈംസ് എ പേഴ്സൺ ഈസ് ലൈബിൾ ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ അല്ലേ. ചില സമയങ്ങളിൽ ഒരു വ്യക്തി അയാളുടെ ടാക്സ് മാത്രം അല്ല കൊടുക്കേണ്ടി വരുന്നത്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ബാക്കിയുള്ള വ്യക്തികളുടെ ടാക്സ് ഒരു വ്യക്തി കൊടുക്കേണ്ടി വരും. ചില സാഹചര്യത്തിൽ ഒരു വ്യക്തി അനദർ പേഴ്സൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യുകയാണ്? ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുകയാണ് അല്ലേ. ആ വ്യക്തിക്ക് വേണ്ടി ടാക്സ് പേ ചെയ്യുന്നു. അപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അയാളിന് പറയുന്ന പേരാണ് ഡീംഡ് അസസി. അതുകൊണ്ട് തന്നെ ഈ അസസിയെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇത് റെപ്രസെൻറ്റേറ്റീവ് അല്ലേ. അപ്പോൾ ഡീംഡ് അസസി സംടൈംസ് എ പേഴ്സൺ ഈസ് ബൗണ്ട് ടു പേ, ലൈബിൾ ടു പേ
ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ. അയാളുടെ ഇൻകത്തിന് അയാളല്ല ടാക്സ് കൊടുക്കുന്നത്, വേറൊരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ ടാക്സ് എന്താണ് വേറൊരു വ്യക്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ആരാണ്? ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പറയുന്ന പേരാണ് എന്ത്? ഡീംഡ് അസസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ആരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി അല്ലെങ്കിൽ ആരാണ് ഡീംഡ് അസസി? എ പേഴ്സൺ bound to pay tax in respect of income of another person and he may be considered as an assessee on behalf of that person. This represented assessee is called a deemed assessee. Next, assessee in default അല്ലേ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം assessee in default അല്ലേ. എന്താണ് ഡിഫോൾട്ട് വരുത്തിയ അസസി? അതായത് എന്താണ്? കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ല, കറക്റ്റായിട്ട് അയാളുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള വ്യക്തിയാണ് ഇത് അസസി ഡിഫോൾട്ട്. ഇഫ് ആൻ അസസി ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് അണ്ടർ ദി IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, ഈസ് കോൾഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഇഫ് എനി അസസി ഫെയിൽസ് ടു പേ ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ് ഓർ ബോത്ത് ഹി ഷാൽ ബി ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്, നമ്മളിവിടെ എപ്പോഴും IT ആക്ട് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി അയാളുടെ ഡ്യൂട്ടീസ്, അയാൾ കമ്പൾസറി ആയിട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടീസ്, ടാക്സ് കറക്റ്റായിട്ട് എന്താണ് ഡ്യൂ ഡേറ്റിന് മുന്നേ അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നില്ല, കറക്റ്റായിട്ട് ടാക്സ് എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യുന്നില്ല, ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ആക്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത അസസിയെ പറയുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. If an assessee does not comply with his statutory duties under Income Tax Act is called assessee in default. If an assessee അല്ലേ, അയാൾ എന്തിലൊക്കെ ഫെയിലായി പോവാം? എന്താണ്? ചിലപ്പോൾ അയാളുടെ ടാക്സ് മൊത്തം അടയ്ക്കത്തില്ല, ചിലപ്പോൾ എന്താണ് പാർട്ടായിട്ട് അടയ്ക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ടാക്സും ഒരുമിച്ച് അടയ്ക്കത്തില്ല അല്ലേ. ഇതെല്ലാം എന്താണ് ഡിഫോൾട്ട് വരുത്തുന്ന അസസിയെ പറയുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. അപ്പോൾ എന്താണ് അസസി ഇൻ ഡിഫോൾട്ട്? ഇഫ് ആൻ അസസി ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് ഈസ് കോൾഡ് അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻക്ലൂഡ് ഓർഡിനറി അസസി, ഡീംഡ് അസസി, അസസി ഇൻ ഡിഫോൾട്ട് അല്ലേ. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അസസ്മെൻറ്റ് ഇയർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അസസ്മെൻറ്റ് ഇയർ. AY എന്ന് പറയും അല്ലേ. അസസ്മെൻറ്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ അതിലെന്തുണ്ട്? അല്ലേ. അസസ്മെൻറ്റ് എന്താണ്? അസസ്മെൻറ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെയും അല്ലെ പേഴ്സൺസിൻ്റെയും ബിസിനസ്സിൻ്റെയും എല്ലാം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അത് അനലൈസ് ചെയ്യും, അത് വെരിഫൈ ചെയ്യും, അത് ജഡ്ജ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഏത്? അസസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ അസസ്മെൻറ്റ് നടത്തുന്ന ഇയർ അതാണ് ഏത്? അസസ്മെൻറ്റ് ഇയർ. ദ ഇയർ ഇൻ വിച്ച് ദി അസസ്മെൻറ്റ് ഈസ് അണ്ടർടേക്കൺ ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ എന്നാണ് ഈ അസസ്മെൻറ്റ് ഇയർ അല്ലേ. അസസ്മെൻറ്റ് ഇയർ എപ്പോഴാണ്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. നമുക്കറിയാം നമ്മുടെ കലണ്ടർ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 January അല്ലേ. 1 January പക്ഷേ നമുക്കെപ്പോഴും നമ്മുടെ ഇൻകം ടാക്സ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1 April തൊട്ട് 31 March വരെയാണ് അല്ലേ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1 April 2020 ടു 31 March 2021 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? നമ്മുടെ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2020-2021 അല്ലേ. അപ്പോൾ അസസ്മെൻറ്റ് നടത്തുന്ന ഇയറാണ് ഏത്? അസസ്മെൻറ്റ് ഇയർ. എന്താണ് അസസ്മെൻറ്റ്? നമ്മൾ ജഡ്ജ് ചെയ്യുക, വെരിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത്? ടാക്സ്. ആര്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ദ ഇയർ ഇൻ വിച്ച് ദി അസസ്മെൻറ്റ് ഈസ് അണ്ടർടേക്കൺ ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് ഇയർ? അസസ്മെൻറ്റ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ 2020 April 1 അതുപോലെ തന്നെ എന്താണ് 31 March 2021 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-2021.
അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months commencing on the first day of April every year. The year in which the assessment is undertaken is called assessment year. The current assessment year is 2020-2021. That is from 1st April 2020 to 31st March 2021. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ അല്ലേ, നമ്മൾ നേരത്തെ അസസ്മെൻറ്റ് ഇയർ പഠിച്ചു, അതുപോലെ തന്നെ അടുത്തത് പ്രീവിയസ് ഇയർ നമ്മൾ PY എന്ന് പറയും. പ്രീവിയസ് ഇയർ സെക്ഷൻ 3. The financial year immediately preceding the assessment year is called previous year. The current previous year is 2019-2020. Taxable income and tax are computed on the basis of previous year. അല്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അസസ്മെൻറ്റ് ഇയർ എപ്പോഴാണ് 2020-2021. അതിന് തൊട്ട് മുന്നേ ഉള്ളത് അല്ലേ എന്താണ് പ്രസീഡിങ് ഇയർ ഏതാണ്? അപ്പോൾ 2020-2021 പ്രസീഡിങ് ഇയർ ഏതാണ്? 2019-2020 അല്ലേ. അപ്പം ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ അല്ലേ. നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത് എല്ലാം ഏതിൻ്റെ ബേസിലാണ്? നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ബേസിലാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഏതിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്? ഈ പ്രീവിയസ് ഇയറിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? പ്രീവിയസ് ഇയർ അല്ലേ. അപ്പോൾ അതും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ പോലെ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1st April തൊട്ടാണ്. അതുപോലെ തന്നെയാണ് പ്രീവിയസ് ഇയറും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 1st April തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് പ്രസീഡിങ് ആയിട്ടുള്ള ഇയറാണ് ഏത്? പ്രീവിയസ് ഇയർ. നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ ഈസ് 2019-2020. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ? ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ അല്ലേ. ദ കറണ്ട് പ്രീവിയസ് ഇയർ ഈസ് 2019-2020. ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ആർ കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ അല്ലേ. നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം എന്തിൻ്റെ ബേസിലാണ്? പ്രീവിയസ് ഇയറിൻ്റെ ബേസിലാണ്. കറണ്ട് പ്രീവിയസ് ഇയർ ഈസ് 2019-2020. കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഈസ് 2020-2021. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് അസസ്സി പഠിച്ചു അല്ലേ. അസസ്സി. അപ്പോൾ അസസ്സി എത്ര ടൈപ്പ് ഉണ്ട്? അസസ്സി 3 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി അസസ്സി ഉണ്ട്, ഡീംഡ് അസസ്സി ഉണ്ട്, അസസ്സി ഇൻ ഡീഫോൾട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഏത്? അസസ്മെൻറ്റ് ഇയർ പഠിച്ചു. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പ്രീവിയസ് ഇയർ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കൃത്യമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.